മാപ്പ് 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 രാഹുൽ ഗാന്ധി നിരന്തരം മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും കോടതിയിൽ മാപ്പ് പറഞ്ഞു. അത് ശിവരാജ് സിംഗ് ചൗഹാൻ, മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാന്റെ മകൻ കാർത്തികേയ സിംഗ് ചൗഹാനെതിരെയായിട്ടുള്ള അലിഗേഷൻ ആയിരുന്നു. പനാമ പേപ്പേഴ്സിൽ 2018 ഈ ആരോപണം ഉന്നയിക്കുന്നത്. പനാമ പേപ്പേഴ്സിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്, വലിയ അഴിമതിക്കാരനാണ്, കൊള്ളക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കൂടിയായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് തന്നെ കാർത്തികേയ സിംഗ് ചൗഹാൻ നേരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നലെ രാഹുൽ ഗാന്ധി നേരെ ചെന്നിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് ആൾ മാറിപ്പോയതാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയുന്നത്. ഇയാൾക്ക് മാപ്പ് പറയാനല്ലേ നേരമുള്ളൂ. സാറിന് എന്താണ് ഇതിനെപ്പറ്റി അഭിപ്രായം? അല്ല, സ്വതവേ രാഹുൽ ഗാന്ധിക്ക് ബോധമില്ല എന്നുള്ള വലിയ വലിയ ചർച്ചാ വിഷയമാണ്. കാരണം കൃത്യമായിട്ട് അദ്ദേഹം ഈ സംഭവം ഉണ്ടാകുന്നത് 2018 അന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. ഈ കോൺഗ്രസിലെ അധ്യക്ഷന്മാരൊന്നും വിവരമില്ലാത്തവരെ കൊണ്ടുവരും. അതെ. അപ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിക്കുന്ന യാതൊരു പരിജ്ഞാനം ഉണ്ടാവില്ല. അന്ന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസംഗങ്ങളിലാണ് പറഞ്ഞത്, പനോരമയുടെ ഈ പണം വാങ്ങിച്ചിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റിനകത്ത് ഈ കാർത്തികേയ സിംഗ് ചൗഹാന്റെ പേരുണ്ട് അതെ, എന്നാണ് അദ്ദേഹം പനാമ പറഞ്ഞത്, ഫയൽസിൽ. പനാമ ഫയൽസിൽ. അപ്പോൾ ഇത് ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറയുക എന്നുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. ഇത് യഥാർത്ഥമായിട്ട് ചിത്രം വരെ ഇദ്ദേഹം ഒരു കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലേ, ഒരു സാമാന്യ മര്യാദയില്ലേ? ഇത്തരം ഒരു ആൾക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിന്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ? ആ അന്വേഷണം നടത്തുന്ന സമയത്ത് സത്യമുണ്ടെങ്കിൽ പറയുന്നോട്ട് വിരോധമൊന്നുമില്ല. ആ സത്യമില്ലാത്തൊരു കാര്യം അദ്ദേഹം നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആവേശത്തിന്റെ പുറത്താണ്, വികാരത്തിന്റെ പുറത്താണ് സംസാരിക്കുക. അദ്ദേഹത്തിന് യാതൊരു വിവേകം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഒക്കെ ഈ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ഇപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനത് ചെറുപ്പക്കാരനാന്നുള്ള മട്ടില്ല. ഇയാൾക്ക് വയസ്സ് എത്ര, 58 വയസ്സ് അങ്ങയുടെ അഭിപ്രായം. ഈ ആകപ്പാടെ മുടിയും താടിയൊക്കെ നരച്ചു തുടങ്ങിയിട്ടുള്ള ഈ മനുഷ്യനാണ് ഞാൻ ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞിട്ട് വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരിക്കൽ പുള്ളി കേരളത്തിൽ വന്നിട്ട് പുള്ളി യാത്ര ചെയ്യുന്ന സമയത്ത് ഹൈവേ കണ്ട ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്നു. അവസാനം ചായക്കടക്കാരന് 10 കൊടുത്തിട്ട് കൊടുക്കുന്നു. അയാൾ പോയിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ പറയുന്ന കടക്കാരന് കട ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് കിട്ടി. ഈ കട അനധികൃതമായിരിക്കുന്ന കടയാണ്. അങ്ങനെ അതേപോലെ തന്നെ ഇവിടെ മറ്റേ വയനാട്ടിൽ ഇയാൾ മത്സരിച്ച്. അങ്ങനെ എവിടെ പോയാലും എന്തെങ്കിലും വിവരക്കേട് കാണിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക പണ്ഡിതനാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും അദ്ദേഹത്തിന്റെ ഉപദേശകന്മാരാണ് ഈ ഇത്തരത്തിൽ അവതാളത്തിൽ അദ്ദേഹത്തിന് എത്തിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നേരത്തെ ഒരു സമയത്ത് അദ്ദേഹം RSSനെ കുറിച്ച് എതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. മഹാത്മാഗാന്ധിയുടെ വധത്തിൽ RSSന്റെ പങ്ക് അത് ഉന്നയിച്ചിട്ട് അവസാനം കോടതി കയറിയിട്ട് ഇദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല എന്നോ, ഞാൻ ഇങ്ങനെ അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. യഥാർത്ഥമായിട്ട് ഗാന്ധി വധത്തിൽ RSSന് പങ്കില്ല എന്നുള്ളവരും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. കാരണം പങ്ക് അവർക്കാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കാണ് പങ്കുള്ളത്. അവർക്ക് പങ്കുള്ളതിന്റെ പേരിൽ എങ്ങനെ RSSന് പങ്കാവുക? ഇത് കൃത്യമായിട്ട് ഇവർക്ക് ബോധ്യമുണ്ട്. അതിന്റെ പേരിൽ അവരാരും ഈ ആരോപണം ഉന്നയിക്കാറില്ല. ഇന്ദിരാഗാന്ധി പോലും ഉന്നയിച്ചിട്ടില്ല, സോണിയാഗാന്ധി ഉന്നയിച്ചിട്ടില്ല, ആകെ ഉന്നയിക്കുന്ന രാജീവ് ഗാന്ധി ഉന്നയിച്ചിട്ടില്ല. ഏതായാലും രാഹുൽ ഗാന്ധി RSSന്റെ പങ്കിനെ കുറിച്ചിട്ട് വലിയ പ്രസ്താവന ഇറക്കി. മഹാത്മാഗാന്ധിയുടെ വധത്തിൽ RSSന് പങ്കില്ല എന്നുള്ള സാമാന്യ ബോധമുള്ള എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം. അതുകൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ആരോപണം ഉന്നയിച്ചിട്ടില്ല. അതുപോലെ സോണിയാഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല. സോണിയാഗാന്ധിയുടെ ഭർത്താവായിരിക്കുന്ന രാജീവ് ഗാന്ധി ആരോപണം ഉന്നയിച്ചിട്ടില്ല. ആകെ ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഉപദേശകന്മാർ കൊടുക്കുന്ന മണ്ടത്തരങ്ങളെല്ലാം വിളിച്ചു പറയുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അദ്ദേഹം ഒരു പുസ്തകം വായിക്കുകയോ മറ്റൊരു സാധനം വായിച്ചിട്ട് ഡോക്യുമെന്റ് ശേഖരിക്കുന്നൊരു സ്വഭാവം അദ്ദേഹത്തെ സംബന്ധിച്ചില്ല. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പം ഈ പറയുന്ന കാർത്തികേയനെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾക്ക് ഇങ്ങനെ ഒരു സമയത്ത് RSSനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. അതിനുശേഷം പിന്നെ അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരായിട്ട് ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. അവസാനം അതൊക്കെ പുള്ളി മാപ്പ് പറയേണ്ട സ്ഥിതി വരുന്നു. എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും ഒരു മണ്ടത്തരം എഴുന്നള്ളിച്ചതിന് ശേഷം പിന്നെ കോടതിയിൽ വന്നിട്ട് കേസായി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മാപ്പ് പറയുക. ഈ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം. എവിടെ പോയാലും മാപ്പ് പറയും. കാരണം മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന മണ്ടത്തരാണ്. അല്ലെങ്കിൽ ഇയാൾക്കെതിരായിട്ട് മാനനഷ്ടത്തിന് കേസ് വരും. ഇതിപ്പോ കാർത്തികേയ സിംഗ് ചൗഹാൻ ഇയാൾക്കെതിരായിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തോ അന്വേഷണം നടത്താൻ ഞാൻ തയ്യാറാണ് എന്ന് കാർത്തികേയ സിംഗ് ചൗഹാൻ പറഞ്ഞ സമയത്താണ് കോടതിയിൽ കേസ് വരുന്നത്. ആ കോടതിയിൽ കേസ് വരുന്ന സമയത്താണ് ഇദ്ദേഹം കോടതിയിൽ പോയിട്ട് മാപ്പ് പറയുന്നത്. അപ്പൊ ഈ മാപ്പ് പറയുന്ന സമയത്ത് വസ്തുതകൾ പഠിക്കാതെ കണ്ട് ഒരു പാർട്ടിയുടെ ഓൾ ഇന്ത്യ അധ്യക്ഷൻ ഇങ്ങനെ പ്രവർത്തിക്കാമോ? അതാണ് വലിയ വിഷയം. ഈ ഓൾ ഇന്ത്യ അധ്യക്ഷൻ പ്രവർത്തിക്കുന്നത് വസ്തുതകൾക്ക് നിരക്കാത്ത രീതിയിലാണ്. ഇന്നിപ്പോൾ അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെ കൊണ്ടാണ് മണ്ടത്തരം പറയിപ്പിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ വേറെ ആൾ ഇറങ്ങിയിട്ടുണ്ട്.
മറ്റേ ഇവിടെ കർണാടകത്തില് പ്രിയങ്ക് ഖാർഗെ ഖാർഗെ പ്രിയങ്ക് പ്രിയങ്ക് അയാൾ ഇതേപോലെ തന്നെ മണ്ഡലങ്ങളിൽ എഴുന്നള്ളിക്കുന്ന ആളാണ്. അപ്പൊ അയാളെ കുറിച്ചൊക്കെ ഇപ്പൊ അയാളുടെ തന്നെ ഈ അച്ഛനും മോൻ്റെയൊക്കെ പേരിൽ ഒരുപാട് ഭൂമി വാങ്ങിക്കൂട്ടിയ പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്ന സമയത്താണ് അയാൾക്ക് രജിസ്ട്രേഷൻ വലിയ പ്രശ്നമായിട്ട് വരിക. ആ രജിസ്ട്രേഷനാണ് അയാൾ RSSന്റെ മേർക്ക് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് പലപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കന്മാർ വിഷയം പഠിക്കുന്നില്ല. ആർക്കെങ്കിലും എതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ഈ ആരോപണങ്ങളുടെ സത്യാവസ്ഥയെ സംബന്ധിക്കുന്ന അവർക്ക് ബോധ്യമില്ല. ഈ സത്യാവസ്ഥയെ സംബന്ധിക്കുന്ന ബോധ്യമുള്ള ഒരു തിങ്ക് ടാങ്ക് ആക്ച്വലി കോൺഗ്രസിന് വേണ്ടതല്ലേ? ഇതൊരു പഴയ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? നിരവധി ആളുകൾ പ്രവർത്തിച്ച പ്രസ്ഥാനമല്ലേ? മഹാത്മാഗാന്ധി ഉണ്ടായിരുന്ന പ്രസ്ഥാനമല്ലേ? ബാലഗംഗാധര തിലകൻ ഉണ്ടായിരുന്ന പ്രസ്ഥാനമല്ലേ? ആ തരം പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് വസ്തുതകൾ മനസ്സിലാക്കണം. ഇവർ ചരിത്രം പഠിക്കണം. ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെ സംബന്ധിക്കുന്ന ബോധ്യം ഉണ്ടാവണം. ഈ പറയുന്ന യാതൊരു ബോധ്യം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചില്ല. അപ്പൊ അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഇപ്പൊ ഇത് ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്തുള്ള പ്രശ്നം, ഈ ആരോപണത്തിൽ ഇയാൾ കുടുങ്ങും. രാഹുൽ ഗാന്ധി ഇയാൾ കുടുങ്ങുന്നു വന്ന സമയത്ത്, ഇയാളെ ഏത് സമയത്തും കുടുങ്ങുന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ പോയിട്ട് മാപ്പ് പറയുന്നത് ഇയാളുടെ പണിയാണ്. ഇപ്പൊ ഈ മാപ്പ് പറയാന്നുള്ള എല്ലാ പ്രശ്നം, രാഷ്ട്രീയ നേതാക്കന്മാർ പൊതുവേദികളിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു സാമാന്യ മര്യാദ കാണിക്കണം. അതിപ്പോ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേളകളിൽ സംസാരിക്കുന്നത് ആവേശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുക. ഇതിനു മുമ്പ് തന്നെ വേറെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ശിവരാജ് സിംഗ് ചൗഹാനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചിരുന്നു ഇവര്. അദ്ദേഹത്തിന്റെ ഭാര്യ സമ്പാദിച്ചു, അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. അച്ഛന്റെ പ്രതിമ സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നു. അവസാനം ഇതെല്ലാം വിഡ്രോ ചെയ്യേണ്ടി വന്നില്ലേ? അപ്പൊ ഈ തരത്തിൽ വിവരം കെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം കൃത്യമായിട്ട് വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾ കോൺഗ്രസിലുണ്ടാകണം. ഇപ്പൊ കോൺഗ്രസ് പ്രസ്ഥാനം നശിക്കണം എന്നുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ അഭിപ്രായം ഇല്ല. മറിച്ച് കോൺഗ്രസിൽ വിവരക്കേടുള്ള ആളുകൾ ധാരാളമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കോൺഗ്രസ് ചെയ്യേണ്ടത് എന്നുള്ള ധാരണയില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം വേറെ പ്രസ്താവന കണ്ടിരുന്നു. അത് KC വേണുഗോപാലിന്റെ പ്രസ്താവനയാണ്. അയാൾ പറയുന്നത് NCERT പാഠ്യപദ്ധതിയെ സംബന്ധിച്ചാണ്. ഈ തരം വിവരക്കേടുകളാണ് പറയുക. അടിയന്തരാവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയണം. അത് ജനങ്ങൾ അറിയേണ്ട ആവശ്യമാണ്. അത് NCERT പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും തെറ്റുള്ളത്? അല്ലെങ്കിൽ ഈ മണ്ടത്തരങ്ങൾ മുഴുവൻ ആരുടെ മണ്ടത്തരങ്ങൾ ഉണ്ടാവുക? രാഹുൽ ഗാന്ധി പറയുന്നത്, അയാളുടെ അച്ഛൻ പറഞ്ഞ് രാജീവ് ഗാന്ധി പറഞ്ഞുള്ള മണ്ടത്തരങ്ങൾ, അയാളുടെ അമ്മൂമ്മയായിരിക്കുന്ന ഇന്ദിരാഗാന്ധി ചെയ്തിരിക്കുന്ന കെടുകാര്യസ്ഥതകൾ, അല്ലെങ്കിൽ വേറെ സോണിയാഗാന്ധി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മാത്രമാണോ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്? വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് സത്യസന്ധമായ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കണം. അത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അവിടെ കളവിൻ്റെ പ്രചരണമല്ല ആവശ്യം. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഈ രാഷ്ട്രീയപരമായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അതിന് പറയുന്നതിന് പകരമായിട്ട് ആരോപണങ്ങൾ, കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആളുകളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അദ്ദേഹം ഇത് 2018 അങ്ങനെ അവിടെ നെടുങ്കൻ പ്രസംഗങ്ങളായിരുന്നു എല്ലാ ദിക്കിലും. ഈ കാർത്തിക് സിംഗിനെ കുറിച്ച്, ചൗഹാനെ കുറിച്ച് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് അയാൾ മുഴുവൻ വലിയ ഫണ്ട് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആരോപണം ഉന്നയിച്ചത്. അവസാനം ഇത് മുഴുവൻ കളവാണെന്ന് തെളിയുന്ന സമയത്ത്, ഈ തെളിയുന്ന സമയത്തുള്ള മാപ്പ് പറച്ചിലാണിപ്പോൾ ഇത്. ഏതാണെങ്കിലും മാപ്പ് പറച്ചിലിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം, ഈ തരങ്ങൾ വിഷയങ്ങൾ പഠിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറാവണം. കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു വിഷയവും പഠിക്കാൻ തയ്യാറില്ല. ഇപ്പം കേരളത്തിലടക്കം അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണത്. കേരളത്തിലടക്കം കാണിക്കുന്ന കാര്യങ്ങളിലൊന്നും ഒരു വിഷയവും പഠിക്കാതെ കണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ. ഇപ്പം കരിമണലിൻ്റെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാം, കുറച്ച് പേര് കൊടുക്കാമെന്ന് പറയുന്നു, കുറച്ച് പേര് കൊടുക്കണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ മദ്യത്തെക്കുറിച്ച് കുറച്ച് പേര് പറഞ്ഞു ഏറ്റവും ലളിതമായിരിക്കുന്ന മദ്യം കൊടുക്കാം, ചിലർ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഈ തരത്തിൽപ്പെട്ട കൊടുക്കാം കൊടുക്കില്ല എന്ന് പറയുന്നതിന് പകരമായി ഏതാണ് ഈ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കണം. ഇതിന് തീരുമാനമെടുക്കുന്നത് കേവലം രാഷ്ട്രീയക്കാരാവരുത്. ഇപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സവിശേഷത എന്താ? അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അവിടെ ഈ പറയുന്ന പോളിസീസ് പറയുന്നത് അത് പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകളാണ്. അവരാണ് നാടിൻ്റെ ചരിത്രം പഠിക്കുന്നത്, അവരാണ് സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നവരാണ്, സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിക്കുന്നവരാണ്, വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുന്നവരാണ്. അവരുടെ സജഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം രാഷ്ട്രീയക്കാരെ. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസ് മന്ത്രിസഭ അടക്കം ഈ പറയുന്ന ഒരു വിഷയങ്ങൾ പഠിക്കാത്തവരെയാണ്. പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരിക്കാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതിനെക്കുറിച്ച് തർക്കമൊന്നുമില്ല. പക്ഷേ ഏതൊരാളെ സംബന്ധിച്ചും ഒരാൾക്ക് മാത്രം പഠിക്കാവുന്ന കാര്യങ്ങളല്ല ഇത്. ഇതിന് ടീം വർക്ക് വേണം. ഈ ടീം വർക്ക് കോൺഗ്രസ് ലെവലേശമില്ല. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയോട് പറയും, രാഹുലെ താനീ മണ്ടത്തരം പറഞ്ഞു, അയാൾ ഉടനെ മണ്ടത്തരം പറഞ്ഞു. ഈ തരം വേറെ അപ്പാളാണ് വേറെ ഇരിക്കുന്ന പവൻ ഖേരയ്ക്ക് ഒന്ന് വേറെ വിഡ്ഢിത്തരം, ഇതിനേക്കാളും വലിയ വിഡ്ഢിത്തരം എനിക്ക് പറയിപ്പിക്കാൻ പറ്റും. അത് പറയുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഒരു മൗത്ത് പീസാണ് ഇയാൾ.
അതെ. രാഹുൽ ഗാന്ധി. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഇത്തരം മണ്ടത്തരങ്ങൾ പറയാനായിട്ട് ഇവര് പറഞ്ഞു കൊടുക്കുന്ന മണ്ടത്തരങ്ങൾ പറയുന്ന ഒരാളെന്നുള്ളതിന്റെ അപ്പുറത്ത് ഇയാൾക്ക് രാഷ്ട്രീയ രംഗത്ത് യാതൊരു സ്ഥാനവുമില്ല. ഇയാൾ തനി പപ്പുവാണ്. ഇത് ഈ നാടിന്റെ അപകടമാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അയാൾ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ടീം വർക്കിന്റെ പേരിലാവണം. ഈ ടീം വർക്ക് കോൺഗ്രസിൽ ഇല്ല. അത് എന്നേ ഈ സാധനമെല്ലാം മുഴുവൻ നശിച്ചു പോയിരിക്കുന്നു. ഇത് നാടിന് അത്യന്തം അപകടകരമാണ്. ഇദ്ദേഹം നിരവധി മാപ്പുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി അയാൾക്ക് മാപ്പ് പറയേണ്ട ജീവിതം ബാക്കിയുണ്ട്. അയാൾ ഇനിയിപ്പോൾ 58 വയസ്സിൽ 59 വയസ്സിൽ 60 വയസ്സിലൊക്കെ തന്നെ ഓരോ പ്രാവശ്യം ഓരോ മാപ്പുകൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരും. ഈ മാപ്പ് പറച്ചിൽ നിഷ്കളങ്കതയുടെ ലക്ഷണമല്ല, മറിച്ച് വിവരക്കേടിൻ്റെ ലക്ഷണമാണ്. വിവരക്കേട് നാടിൻ്റെ നാശത്തിലേക്ക് വഴിവെക്കുന്നതാണ്. ഇയാൾ മറ്റുള്ള ചില ആളുകളുടെ ഉപദേശം കേട്ടുകൊണ്ട് ഈ മണ്ടത്തരങ്ങൾ പറയുന്ന സമയത്ത് വസ്തുതകൾക്ക് നിരക്കാത്ത മണ്ടത്തരങ്ങൾ നാടിൻ്റെ അവമതിക്കും അതേപോലെ തന്നെ നാടിൻ്റെ മൂല്യശോഷണത്തിനും ഇടവരുത്തുന്നു മാത്രമാണ് ഇതിനെ കുറിക്കുന്ന എൻ്റെ അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ഇങ്ങനെ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.